തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ പിന്നീടത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഇതല്ലാതെ ചില വീട്ടുവൈദ്യങ്ങളിലൂടെ ഈ ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കാവുന്നതാണ്. തൈറോയ്ഡ് ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഹോർമോൺ പ്രശ്നം എന്ന് തന്നെ വേണം പറയാൻ. കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന തൈറോയ്ഡ് ഹോർമോണിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് തൈറോയ്ഡ് രോഗമായി പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഹൈപ്പോതൈറോയ്ഡ്. തൈറോക്സിൻ ഹോർമോൺ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ THS അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദനം അധികമാകുന്നു. ഇതാണ് ഹൈപ്പോതൈറോയ്ഡ്. ഇതാണ് കൂടുതൽ പേരിലും കാണുന്നത്. ഹൈപ്പർ തൈറോയിഡിൽ തൈറോക്സിൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതും ദോഷം വരുത്തുന്ന ഒന്നാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ പിന്നീട് അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. തേനും വാൾനട്ട്സും ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മരുന്ന് തയ്യാറാക്കാം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, എൻസൈമുകൾ, ധാതുക്കൾ, വിറ്റമിനുകൾ എന്നിവയടങ്ങിയ തേൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ശരീരത്തിന് ദോഷം വരുത്തുന്ന ടോക്സിനുകൾ, മെറ്റലുകൾ എന്നിവ ശരീരത്തിൽ നിന്നും പുറന്തള്ളി തൈറോയ്ഡ് തടഞ്ഞു നിർത്താൻ തേൻ ഏറെ നല്ലതാണ്. തേനിലെ ഒമേഗ-6 ഫാറ്റി ആസിഡുകളും ഈ ഹോർമോൺ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതുവഴി തൈറോയ്ഡ് തടയുന്നത് സഹായിക്കും. ഇതിനായിട്ട് 3 കപ്പ് ഓർഗാനിക് തേൻ അഥവാ നല്ല ശുദ്ധമായ തേന്, 40 വാൾനട്ട്സ് എന്നിവയാണ് തൈറോയ്ഡിനുള്ള ഈ മരുന്നിനായിട്ട് വേണ്ടത്. പച്ച വാൾനട്ട്സ് കിട്ടിയില്ലെങ്കിൽ ഉണക്കിയത് വാങ്ങാം. വാൾനട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇത് ഗ്ലാസ് ജാറിൽ ഇടുക. ഇതിന് മീതെ തേനും ഒഴിക്കണം. ഇത് നല്ലപോലെ ഇളക്കി ഗ്ലാസ് ജാർ അടച്ച് സൂക്ഷിക്കുക. മരത്തവി ഉപയോഗിച്ച് വേണം ഇത് ഇളക്കുവാൻ എന്നത് പ്രധാനമാണ്. ഈ ഗ്ലാസ് ജാർ മൂടി വായു കടക്കാത്ത വിധത്തിൽ അധികം സൂര്യപ്രകാശമില്ലാത്ത ഇടത്ത് സൂക്ഷിച്ചു വയ്ക്കുക. ഇതിങ്ങനെ 10 ദിവസം മൂടി വയ്ക്കുക. 10 ദിവസം കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. 2 ടീസ്പൂൺ വെറും വയറ്റിൽ കഴിക്കാം. ഇത് അടുപ്പിച്ച് ചെയ്യുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ഹൈപ്പോതൈറോയിഡിസത്തിനാണ് ഇതേറെ ഫലപ്രദമെങ്കിലും ഏത് വിധത്തിലുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണിത്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത്. ഊർജ്ജവും ആരോഗ്യവും ലഭിക്കുകയും ചെയ്യും. യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരുത്താത്ത ഇത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും വളരെ എളുപ്പവുമാണ്. ഇതല്ലാതെ ദിവസവും വാൾനട്ട്സ് കഴിക്കുന്നതും തൈറോയ്ഡ് പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. പൊതുവെ ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതൽ അടങ്ങിയ നട്ട്സ് തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ്. ഏതുതരം നട്ട്സും ഈ ഗുണം നൽകുമെങ്കിലും വാൾനട്ട്സാണ് കൂടുതൽ ഗുണം നൽകുന്നത്. അതും പച്ചയായ വാൾനട്ട്സ്. പൊതുവെ വാൾനട്ട്സ് ഉണക്കിയതാണ് നമുക്ക് ലഭിക്കുക. ഇതിനേക്കാൾ നല്ലത് ഉണക്കാത്തതാണ്. ഇതില്ലെങ്കിൽ ഉണക്കിയത് ഉപയോഗിക്കാം. സെലേനിയം കുറഞ്ഞാൽ അയഡിൻ കുറവിന് കാരണമാകും. അയഡിൻ കുറവ് തൈറോയിഡിന്, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമാണിത്. ഇതിൽ ധാരാളം സെലേനിയം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആകെയുള്ള ആരോഗ്യത്തിനും ഏറെ നല്ലൊരു മരുന്നാണിത്. തടി കുറയ്ക്കാനും കൊളസ്ട്രോളിനും എല്ലാം ഗുണകരവും. സയൻസ് വിശദീകരിക്കുന്ന ഒരു പ്രത്യേക കാര്യവുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ആകൃതിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇത്തരം അവയവങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ബ്രെയിൻ ആകൃതിയിലുള്ള വാൾനട്ട്സ് തലച്ചോറിൻ്റെ വികാസത്തിന് ഏറെ നല്ലതാണ്. ഇതിലെ വൈറ്റമിൻ ഇ, ഫ്ലേവനോയിഡുകൾ എന്നിവയാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാകുന്നത്. ഇവ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യാനും സഹായിക്കും. ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള തേനും വാൾനട്ടും നമുക്ക് തൈറോയിഡിന് പരിഹാരമായിട്ട് ഉപയോഗിക്കാം.